അടുത്തതൊരു അതിപ്രധാനമായ വാർത്തയാണ്. കേരളത്തിലെ തെരുവ് നായകളുടെ ശല്യം ഉയർന്നു വരുന്ന തീർച്ചയായിട്ടും നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് ഇപ്പൊ മാസങ്ങളോളമായി നീണ്ടു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തെരുവ് നായ്ക്കളുടെ ഒരു ശല്യം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ റോഡ് സൈഡിലും നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയുള്ള ഒരു റോഡുകളുണ്ട്. രാവിലെ നമ്മൾ നോക്കിയാൽ മനസ്സിലാകുന്നത് നമ്മളെപ്പോലുള്ള ജോലി ചെയ്യുന്നവരും കൂടാതെ കൊച്ചു കുട്ടികൾ വരെ യാത്ര ചെയ്യുന്ന വഴിയരികിൽ ഒരുപാട് ആക്രമണങ്ങളാണ് ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും സ്കൂളിൽ പോകാനാണെങ്കിലും വഴി നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോയിൽ കണ്ടു, ഒരു വയസ്സായ മുത്തശ്ശിയെ നായ കടിക്കുന്ന ഒരു ദൃശ്യം. വഴിയിലൂടെ പോകുന്നവർ പോലും ചിലപ്പോൾ ശ്രദ്ധിക്കില്ല, കാരണം എന്താ അവരും കൂടെ പെട്ടുപോകുന്നുള്ള രീതിയിൽ അവർ ചിലപ്പം അതൊന്നും ചെയ്യത്തില്ല. പക്ഷെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലുള്ള ആളാണ് നടന്നു പോകുന്നതെങ്കിൽ, അവരെയാണ് നായ ഉപദ്രവിക്കുന്നതെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അവർക്കൊന്നും തിരിച്ചൊന്നും പ്രതികരിക്കാൻ പോലും പറ്റത്തില്ല. മലപ്പുറത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഓട്ടോ ഓടിക്കുന്നതിനിടെ തെരുവുനായ കുറുകെ ചാടി അദ്ദേഹം മരണപ്പെട്ടു. അത്രയ്ക്ക് ഇതിനൊരു പോംവഴി എന്തായാലും കണ്ടെത്തണം. അതായത് ഈ പറഞ്ഞതുപോലെ ആനിമൽ ബർത്ത് കൺട്രോൾ സിസ്റ്റം ഒക്കെ കാര്യക്ഷമമായി നടത്തിയാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഇതിന് അധികാരികൾ വേണ്ട നടപടി ഉടനെ സ്വീകരിക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ. കാരണം ഇത് സാധാരണക്കാരായ ജനങ്ങളെയാണ് കൂടുതൽ ബാധിക്കുന്നത്. കാരണം നമ്മളാണ് ദിനം പ്രതി രാവിലെയും പുറത്തേക്ക് ഇറങ്ങുന്നത്, തെരുവിലൂടെ നടക്കുന്നതുമല്ല. പക്ഷെ അധികാരികൾ വാഹനങ്ങളിൽ എസ്കോർട്ടുമായി പോകുമ്പോൾ അവർക്കത് നേരിടുന്നില്ല. പക്ഷെ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടവർ ഉറപ്പാക്കിയേ തീരും. തീർച്ചയായിട്ടും രാവിലെ പത്രം ഇടുന്നവർ തുടങ്ങി വൈകുന്നേരങ്ങളിൽ പോലും ഒരു എന്താ പറയുക, സ്ഥിരമായി പോകുന്ന വഴികളിൽ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ സ്കൂൾ കുട്ടികളുടെ കാര്യമാണെങ്കിൽ ഇപ്പോൾ സ്കൂള് തുറന്നിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ എല്ലാ ദിവസവും പോകുന്ന പിള്ളേർ വൈകുന്നേരം അതേപോലെ വരുന്നത്, ഈ വഴിയിലൊക്കെ ഒരുപാട് തെരുവ് നായകൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ വേണം അല്ലെ. കണക്കുകൾ നോക്കിയാൽ ഇന്നലെ മലപ്പുറത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ മരണപ്പെട്ടു. ദാരുണമായ അന്ത്യമായിരുന്നു. ഈ കഴിഞ്ഞ പണിമുടക്ക് ദിനത്തിൽ തിരുവനന്തപുരത്ത് 7 പേരാണ് പട്ടി കടിച്ച ആശുപത്രിയിലായത്, പേപ്പട്ടി കടിച്ച ആശുപത്രിയിലായത്. കണ്ണൂർ ജൂൺ 17 50 പേരെയാണ് തെരുവുനായ ആക്രമിച്ചിട്ടുള്ളത്. 5 മാസത്തിനിടെ 1,65,135 പേർ കടിയേറ്റു. ഇതൊരു ചെറിയ കണക്കുകളല്ല. 17 പേർ മരിക്കുകയും ചെയ്തു. കേരളത്തിലെ ഓരോ ജില്ലയിലും 35,000 മുതൽ 50,000 വരെ തെരുവുനായകൾ ഉണ്ടെന്നാണ് കണക്ക്. ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് ഇത്രയും ഉയർന്ന കണക്കുകളാകുമ്പോൾ അത്രയും ഉയർന്ന ആക്രമണങ്ങളാണ് ഉണ്ടാവുന്നത്. അത്രയും ജനങ്ങളുടെ സുരക്ഷാ ഭീഷണിയിലാണ്. അനിമൽ ബർത്ത് കൺട്രോൾ സിസ്റ്റവും ഉടനെ തന്നെ വേണ്ട കാര്യക്ഷമമായി നടത്തണം. കുറച്ചു മുന്നേ ആണെങ്കിലും ആലപ്പുഴ ആ ജില്ലയിലൊക്കെ ഒരുപാട് പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇതുപോലെ 10-16 പേരെ നായ കടിച്ച്. ഇപ്പൊ കണ്ണൂർ ജില്ലയുടെ കാര്യം പറഞ്ഞു. ഇഷ്ടം പോലെയാണ് ഇതുപോലുള്ള കേസുകൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ശക്തമായി തന്നെ പോരാടണം. ഇപ്പോൾ നായകളെ സംരക്ഷിക്കുന്ന ഗ്രൂപ്പുകളും, അതായത് നായകളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എല്ലാവരും നായകളെ ഇഷ്ടപ്പെടുന്ന തന്നെയാണ് അല്ലെ, മൃഗങ്ങളെ സ്നേഹിക്കുന്നവരാണ് എല്ലാവരും. പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ ഒരു പ്രശ്നം ഏൽക്കുമ്പോൾ അത് നമ്മൾക്കിപ്പോ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ചിലപ്പം അവരുടെ ഫാമിലി അനുഭവിക്കുന്ന ഒരു കാര്യം അല്ലെ. ഈ അച്ഛനമ്മമാര് സ്കൂള് വിട്ട് പിള്ളേര് വരുന്നവരെയുള്ള ഒരു സമയം, ഈ ഒരു ഭാഗത്താണ് അവർ താമസിക്കുന്നതെങ്കിൽ അവര് സ്കൂള് വിട്ട് വരുന്നത് വരെ അച്ഛനമ്മമാർക്ക്, അത് മാതാപിതാക്കൾക്ക് ഉറപ്പായിട്ടും അവർക്കൊരു എന്താ പറയുക, ഒരു ടെൻഷൻ ആയിരിക്കും. നായ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതിനായിട്ട് പാരന്റ്സും കൂടെ പോകേണ്ട ഒരു അവസ്ഥയായിരിക്കും. സ്നേഹിക്കാൻ കൊല്ലാനോ ഒന്നും അല്ല പറയുന്നത്. പക്ഷെ എന്നാൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. അതായത് അതിനുള്ള പദ്ധതികൾ നിലവിലുണ്ടല്ലോ. നായ്ക്കൾക്ക് വന്ധ്യംകരണം, ഷെൽട്ടർ, അതൊക്കെ വന്ധ്യംകരണം കാര്യക്ഷമമായി നടത്തുക. അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ തന്നെ, പഞ്ചായത്ത് തലത്തിൽ തന്നെ എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും എല്ലാ രീതിയിലുള്ള നടപടികളും മുന്നോട്ട് പോവുക. കാരണം സ്കൂൾ കുട്ടികളെ അടക്കം നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. വയസ്സായവർക്കൊന്നും റോഡിലേക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത വാഹനങ്ങളിൽ പോകുന്നവർക്ക് സുരക്ഷയില്ല. അതാണ് നോക്കേണ്ടത്. വാഹനങ്ങളിൽ പോകുന്നവർക്ക് പോലും സുരക്ഷയില്ല. അപ്പൊ വഴിനടയാത്രക്കാർക്ക് എന്തായിരിക്കും അവരുടെ ഒരു അവസ്ഥ? അപ്പൊ അത് കൃത്യമായി ഒന്ന് പരിശോധിച്ച് അതിനുള്ള കൃത്യമായ ഒരു നടപടി തന്നെ വേണം. ഇതിപ്പോ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ ജില്ലകളിലേക്കും ഓരോ സ്ഥലങ്ങളിലേക്കും പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ നമ്മൾ ആ കണക്ക് വായിച്ചു എത്രത്തോളം ഉണ്ടെന്ന്. അപ്പൊ അത് അത്രയും സീരിയസ്നെസ്സോടെ കാണേണ്ട ഒരു കാര്യമാണ്. അപ്പം പക്ഷിപ്പനിയും താറാവുപനിയൊക്കെ വരുമ്പോൾ നമ്മൾ അവയെ കൂട്ടത്തോടെ കൊല്ലുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയൊന്നും ഇല്ലെങ്കിലും അതുപോലെ ഒരു നടപടി സ്വീകരിച്ചാൽ മാത്രമേ ഇതിനൊരു നടപടി സ്വീകരിക്കുന്നില്ല അല്ലെ. രണ്ടും വ്യത്യസ്തമായി കാണുന്നുണ്ട്. അതായത് നിയമം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ നടക്കാറ്. ഇങ്ങനെ ഒരു കൂട്ടം ആക്രമണങ്ങൾ ഉണ്ടാവുമ്പോൾ അവിടുത്തെ നാട്ടുകാർ ചേർന്ന് വിഷം വെച്ചൊക്കെ നായ്ക്കളെ കൊല്ലാറുണ്ട്. പക്ഷെ അതിനെ ചോദ്യം ചെയ്ത് ഇങ്ങനെ പ്രതികരിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് നിയമം അവരെ കുരുക്കിലാക്കുന്നു. അത് പേടിച്ചാണ് അവർ ചെയ്യാത്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു നല്ലൊരു നടപടി വേണം. ഇപ്പൊ സ്കൂൾ കുട്ടികളുടെ കാര്യമൊക്കെ ആലോചിക്കേണ്ടതാണ്, കൃത്യമായിട്ട് ആലോചിക്കേണ്ടതാണ്. കാരണം സ്കൂൾ ടൈമാണ്, അവർക്ക് രാവിലെ പോകണം, വൈകുന്നേരം വരണം, ഒറ്റയ്ക്ക് പോകുന്നവരുണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ വയസ്സായവര്, അത് നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടാണ്, ഒറ്റയ്ക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ.
അപ്പോൾ അതൊക്കെ ചിന്തിക്കണം. നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ കാര്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തെരുവുനായ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം ഈ പറഞ്ഞ കണക്കുകളിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് കൃത്യമായ ഒരു നടപടി തന്നെ ആവശ്യമുണ്ട്. എന്തായാലും ഒരു പരിഹാര നടപടി ഉടനെ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.